നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിരിക്കുന്നു. പി.വി. അൻവർ മത്സരത്തിൽ നിന്ന് പിന്മാറില്ല. അൻവർ കത്രിക ചിഹ്നത്തിൽ മത്സരിക്കും. ബി ദിലീപ് കുമാർ ഇപ്പോൾ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. 10 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരിക്കും. പി.വി. അൻവറിന് കത്രിക ചിഹ്നമാണ് ഇപ്പോൾ നിലമ്പൂരിൽ ലഭിച്ചിരിക്കുന്നത്. അൻവർ പിന്മാറില്ല. ഇന്നായിരുന്നു ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസം. അതിന്റെ സമയപരിധി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മത്സര ചിത്രം വ്യക്തമാകുന്നത്. 10 സ്ഥാനാർത്ഥികൾ നിലമ്പൂരിൽ മത്സരരംഗത്ത് ഉണ്ടായിരിക്കും. പി.വി. അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. ഒരു ഘട്ടത്തിൽ അത്തരമൊരു പ്രചാരണം നടന്നതുമാണ്. പക്ഷേ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുന്നു. പി.വി. അൻവർ പത്രിക പിൻവലിച്ചിട്ടില്ല. അൻവർ മത്സരരംഗത്തുണ്ടായിരിക്കും. അൻവറിന് കത്രിക ചിഹ്നമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ ശക്തമായ ചതുഷ്കോണ മത്സരം അവിടെ മണ്ഡലത്തിൽ നടക്കും എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഇപ്പോൾ ബി ദിലീപ് കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. ദിലീപ് കുമാർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കത്രിക അടയാളത്തിലായിരിക്കും പി.വി. അൻവർ നിലമ്പൂരിൽ ജനവിധി തേടുക. കഴിഞ്ഞ 2 തവണയും പി.വി. അൻവറിനെ തുണച്ചത് ഓട്ടോറിക്ഷ എന്ന അടയാളമായിരുന്നു. ഇത്തവണ ഓട്ടോറിക്ഷ അടയാളമാണ് ഒന്നാമത്തെ പ്രിഫറൻസായി പി.വി. അൻവർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഓട്ടോറിക്ഷ ചിഹ്നം അദ്ദേഹത്തിന് ലഭിച്ചില്ല. കത്രിക, കപ്പും സോസർ, ഈ അടയാളങ്ങൾ കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. കത്രിക രണ്ടാമത്തെ പ്രിഫറൻസായി ആവശ്യപ്പെട്ടിരുന്ന കത്രിക അടയാളത്തിലാണ് ഇത്തവണ പി.വി. അൻവർ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുക. ആർക്കായിരിക്കും ഇതൊരു കത്രികപ്പൂട്ടായി മാറുക എന്നത്, പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ആ നിലയിൽ ഒരു കത്രികപ്പൂട്ടായി മാറുക എന്നത് ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ. കത്രിക അടയാളത്തിൽ പി.വി. അൻവർ മത്സരിക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിച്ചിരിക്കുന്നു. 10 സ്ഥാനാർത്ഥികളാണ് ഇനി മത്സരരംഗത്ത് അവശേഷിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത്, LDF സ്ഥാനാർത്ഥി M സ്വരാജ്, SDP സ്ഥാനാർത്ഥി സാദിഖ് തൊടിയിൽ, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നിവരും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. ഇതിൽ പി.വി. അൻവർ, കഴിഞ്ഞ 2 തവണ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച പി.വി. അൻവർ പിന്നീട് ഇടതു സഹയാത്രികനായിരുന്ന പി.വി. അൻവർ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഓട്ടോറിക്ഷ അടയാളത്തിലായിരുന്നു അദ്ദേഹം മത്സരിച്ചതും വിജയിച്ചതുമെങ്കിൽ ഇത്തവണ പി.വി. അൻവർ മത്സരിക്കുന്നത് കത്രിക അടയാളത്തിലായിരിക്കും. ദിലീപ് കുമാർ, ഇപ്പോൾ അൻവർ ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമുണ്ട്. UDFന്റെ നേതൃനിരയിലേക്ക് താൻ വരണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണമെന്ന്, 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ തനിക്ക് ഏതൊക്കെ വകുപ്പുകൾ വേണമെന്ന്. അപ്പോൾ അങ്ങനെ ഈ VD സതീശനെതിരെ വീണ്ടും ആരോപണമായി അൻവർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഇതിനൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് അവിടെ UDF? ദിലീപ് കുമാർ, UDFൽ ചെറിയ ആശയക്കുഴപ്പമുണ്ടെന്നത് സത്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുന്നു. ഇനി ഏതായാലും പി.വി. അൻവർ മത്സരരംഗത്തുണ്ടാകും. കുറഞ്ഞപക്ഷം ബാലറ്റ് പേപ്പറിൽ ഇനി അഥവാ അദ്ദേഹം പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ മാറുകയാണെങ്കിൽ, പക്ഷേ അതിനുള്ള സാധ്യത ഇപ്പോൾ തുലോം കുറവാണ് എന്നതാണ് വാസ്തവം. കാരണം UDF ഇത് സംബന്ധിച്ച ചർച്ചകൾ അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അത്തരം സാധ്യതകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് പി.വി. അൻവർ മത്സരരംഗത്തുണ്ടാകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പി.വി. അൻവർ മത്സരിക്കും. പി.വി. അൻവറിനെ സംബന്ധിച്ച് നേരത്തെ LDF സഹയാത്രികനായിരുന്ന പി.വി. അൻവർ മുഖ്യമന്ത്രിക്കും പോലീസ് സംവിധാനത്തിനുമെതിരെ വിമർശനം ഉന്നയിച്ചാണ് പിന്നീട് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത്. തുടർന്ന് അവിടെ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്തിനെ പ്രഖ്യാപിച്ചത് മുതലാണ് പി.വി. അൻവർ UDF നേതൃത്വവുമായി കലഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയതും പിന്നീട് അദ്ദേഹം ഇത്തവണ വീണ്ടും മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. അതുകൊണ്ട് തന്നെ ഇനി പി.വി. അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ അവസാനിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ UDF നേതൃത്വം നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇനി പി.വി. അൻവറുമായി ബന്ധപ്പെട്ടോ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഉള്ള ചർച്ച ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും വേണ്ട എന്ന നിലപാടിലേക്ക് UDF നേതൃത്വം എത്തിയിട്ടുണ്ട്. ഇനി ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയത്തിനായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുക എന്നതാണ് UDFലെ ഘടകകക്ഷികൾക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസ് അടക്കം പ്രധാന പാർട്ടികൾ, ഘടകകക്ഷികൾ ഇവർക്കൊക്കെ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ആര്യാടൻ ഷൌക്കത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് UDF നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം പി.വി. അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടേത് എന്നത് 2 മുന്നണികളുടെയും ഉറക്കം കെടുത്തും എന്ന കാര്യം നിശ്ചയമാണ്. ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്ന്.